നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 7, 2025 ബുധൻ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് ഇന്ന് മുതൽ പ്രവേശിക്കുകയാണ്. ഇന്ന് മുതൽ അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറിയിലേക്ക് ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പുതിയ സ്റ്റേറ്റ്മെന്റുകൾ വരികയുണ്ടായി. അവ എന്താണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഉണ്ടായ ഇടിവ് മൂലം ഇന്നലെയും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. മാത്രമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 107.63 കോടി രൂപയ്ക്ക് ചെറിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1739.35 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 26,200 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇനി നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതേസമയം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 26,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ആയതിനാൽ തന്നെ ഈ ലെവൽ ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്നലെ ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട HSBC സർവീസ് PMI ഡാറ്റയിൽ ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഡിസംബറിൽ ഇന്ത്യയുടെ സേവന മേഖലയിലെ വളർച്ച 11 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കിട്ടും എത്തിച്ചേരുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 5:30 2025-2026 ഫിസിക്കൽ ഇയറിലെ GDP ഗ്രോത്ത് റേറ്റ് പാരലിന്റെ റിലീസുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളെല്ലാം വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷമാണ് നടക്കാനിരിക്കുന്നത്. വൈകുന്നേരം 3:30 യൂറോപ്പിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഡിസംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് പാരലിന്റെ റിലീസ് ഉണ്ട്. കൂടാതെ രാത്രി 8:30 US നിന്നും ഡിസംബർ മാസത്തെ ISM സർവീസ് PMI ഡാറ്റയുടെയും കൂടാതെ അതേസമയം തന്നെ നവംബർ മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റയുടെ റിലീസും നടക്കാനിരിക്കുന്നു. ഈ രണ്ട് ഇവന്റുകളും പ്രധാനമാണ് ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. US നിന്നുള്ള ഈ രണ്ട് ഡാറ്റകളുടെ റിലീസ്, കൂടാതെ അതേസമയം തന്നെ രാത്രി 8:30 തന്നെ കാനഡയിൽ നിന്നും ഡിസംബർ മാസത്തെ IVPMI ഡാറ്റയുടെ റിലീസുമുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ HDFC ബാങ്ക് ADRന് 2.17% ഇടിവ് നേരിട്ടുകൊണ്ട് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഡോക്ടർ റെഡ്ഡീസ് ADRന് 0.5%, ആക്സിസ് ബാങ്ക് ADRന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ICIC ബാങ്ക് ADRന് 2.25%, ഇൻഫോസിസ് ADRന് 2.5%, വിപ്രോ ADRന് 1.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ S&P 500നും നാസ്ഡാക്കിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മാത്രമല്ല, S&P 500ന് വീണ്ടും റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുവാനും സാധിച്ചു. NVIDIAയുടെ CEO ആയ ജെൻസൺ പുതിയ ചിപ്പ് ടെക്നോളജി അവതരിപ്പിച്ചതിനെ തുടർന്ന് NVIDIA സ്റ്റോക്കിന് ഇന്നലെ സിംഗിൾ ഡേ കൊണ്ട് തന്നെ 1.2% നേട്ടം കൈവരിക്കുവാനായി. NVIDIA സ്റ്റോക്കിൽ ഉണ്ടായ നേട്ടത്തിന്റെ ഫലമായിട്ട് ഇന്നലെ US മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 1.25%, ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും കഴിഞ്ഞു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടി വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കൊറിയൻ മാർക്കറ്റ് 0.25%-ലേറെ നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നതും. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1%-ലേറെ ഇടിവാണ് കാണുവാനായിട്ട് സാധിക്കുക. ഗോൾഡിന്റെ വിലയിലും 0.5%-ഓളം ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $60.10 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $56.46 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $4,474.76 പെർ ഔൺസ് എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.73 എന്ന നിലയിലും മാക്സ് ബെയിൻ 26,200 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വോൾട്ടാലിറ്റിയെയും ഇൻഡിസിഷനെയും സൂചിപ്പിച്ചുകൊണ്ട് ലോങ് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള സ്മോൾ റെഡ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. ഇന്നലെയും തുടർന്ന ഇടിവിന്റെ ഫലമായിട്ട് RSIയിലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 55.62 എന്ന ലെവലിലേക്കും
എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നതും 25,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. ഇതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.12 എന്ന നിലയിലും മാക്സ് പെയിൻ 59,900 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെയും കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തിന്റെ ഫലമായിട്ട് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 66 എന്ന ലെവലിന് മുകളിലായിട്ടും നിലകൊള്ളുവാനുമായി മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 59,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നതും 59,500 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ടും സാധിക്കുക. ഇന്നലെ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന പുതിയൊരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങലുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ഉയർന്ന തീരുവകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസന്തുഷ്ടനാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിനുശേഷം ന്യൂഡൽഹി ഇറക്കുമതി കുത്തനെ കുറച്ചതായും മാത്രമല്ല US-ൽ നിന്നും അപ്പാച്ചെ ഹെലികോപ്റ്റർ ഓർഡറുകളിൽ മുന്നോട്ട് പോയതായും ട്രംപ് അവകാശപ്പെടുകയുണ്ടായി. എന്നിരുന്നാൽ കൂടിയിട്ടും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഇതിനെതിരെ ഒരു പ്രതികരണം വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടൈറ്റാൻ കമ്പനി പറയാൻ പോകുന്നത് Q3 ബിസിനസ് അപ്ഡേറ്റുകളാണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ. ഡൊമസ്റ്റിക് ബിസിനസ്സിൽ 38% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ്സിൽ 79% വളർച്ചയും രേഖപ്പെടുത്തി. മാത്രമല്ല കമ്പനി 54 പുതിയ ആഭ്യന്തര സ്റ്റോറുകളും 2 പുതിയ അന്താരാഷ്ട്ര സ്റ്റോർ കൂടി ആഡ് ചെയ്യുകയുണ്ടായി. തൽഫലമായി ആകെ സ്റ്റോറുകളുടെ എണ്ണം 3,433 വളരുകയുമുണ്ടായി. ജൂബിലന്റ് ഫുഡ് വർക്ക്സ് കൺസോളിഡേറ്റഡ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 13.4% വളർച്ച രേഖപ്പെടുത്തി. ലോധ ഡെവലപ്പേഴ്സ് കമ്പനിയുടെ പ്രീ സെയിൽസിൽ 25% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ കളക്ഷൻസിൽ 17% ഇടിവും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. Q3 കമ്പനി 5 പുതിയ പ്രൊജക്ടുകൾ ആഡ് ചെയ്തു. 33,800 കോടി രൂപ ഗ്രോസ് ഡെവലപ്മെന്റ് വാല്യൂ വരുന്ന 5 പ്രൊജക്ടുകളും ആരംഭിക്കുകയുണ്ടായി. യെസ് ബാങ്ക് റീറ്റെയിൽ ഡിവിഷനു കീഴിലുള്ള ഡിമാറ്റ് സ്ഥാപനം ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനമായ യെസ് സെക്യൂരിറ്റീസിലേക്ക് മാറ്റുന്നതിന് നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററിയിൽ നിന്ന് ബാങ്കിന് അനുമതി ലഭിക്കുകയുണ്ടായി. CL എഡ്യൂക്കേറ്റ് കമ്പനിയുടെ മുൻ സബ്സിഡറിക്കും ഡയറക്ടർമാർക്കും 15.46 കോടി രൂപയുടെ GST നികുതിയും പിഴയും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഓർഡർ ലഭിക്കുകയുണ്ടായി. PI ഇൻഡസ്ട്രീസ് 3.9 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. സീഗൾ ഇന്ത്യ മധ്യപ്രദേശിൽ 130 മെഗാവാട്ട് സോളാർ പദ്ധതി വികസിപ്പിക്കുന്നതിനായി ഒരു സബ്സിഡറി കമ്പനി രൂപീകരിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.